ശരിക്കും എന്തോ ചകിരി പോലെ അങ്ങനെയുള്ളതാ. ഇല്ല, അല്ല പുല്ലുമിട്ടായി പോലെയുള്ളത്. കാട്ടുപോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് അത് തെളിഞ്ഞു വരുന്ന വെള്ളം മാറ്റി 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 അങ്ങനെ ഒരുപാട്. മീനല്ല ഇതാ കൂവയാണ്. പാത്രത്തോടെ വെയിലത്ത് വെക്കുക ഇതേ. അപ്പൊ ഇന്നിതാ ഒരു അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേജിലെത്തിയട്ടാ. ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാട്ടാ. പരമാവധി എത്ര നൈസാക്കി അരിയാൻ പറ്റുമോ അങ്ങനെ നൈസാക്കിട്ട് അരിഞ്ഞെടുക്കാം. ഹലോ, അപ്പൊ ഇന്ന് കൈക്കോട്ടായിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൈക്കോട്ടും കൊണ്ട് എന്നാ പരിപാടിയില്. അത് കുറച്ച് കൂവുണ്ടേ. അപ്പോ നല്ല വേനലല്ലേ, പിന്നെ കൂവി പാകത്തിന് മൂത്തിട്ടുണ്ട്. അപ്പൊ കൂവ പറിച്ചെടുത്തിട്ട് എത്ര ഉണ്ടാവും അറിയില്ല, കുറച്ച് കൂവപ്പൊടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം കൂവ കളിച്ചേക്കാം. ഇതാ കുഞ്ഞു കുഞ്ഞു കരിവേപ്പില ഉണ്ട് ഇതാ, അതുകൊണ്ട് അത് കളയാതെ അരച്ചെടുക്കണം. കരിവേപ്പില നമുക്ക് നാളെ വേണമല്ലോ. അങ്ങനെ അത്യാവശ്യം കളിച്ച് കഴിഞ്ഞേട്ടാ. പിന്നെ കുറച്ച് ഇതാ കരിവേപ്പിന് ചോട്ടിലുണ്ട്, പക്ഷെ അത് കൊത്തി എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ വേരിനെല്ലാം എന്തെങ്കിലും പറ്റൂലേ, അതുകൊണ്ട് നമ്മൾ ഇത്ര നിർത്തിയിട്ടാ. അപ്പൊ കളിച്ചിട്ട് ഇത്രയാട്ടാ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അമ്മമ്മയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് 10-20 കിലോ എല്ലാം ഉണ്ടാക്കല്. നമുക്കിത് കുറച്ചേ ഉള്ളൂ, ഇതിനെ കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇത് വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഇന്നലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടാ, വേറെ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പൊ നല്ലോണം ഈ തൊലി നല്ലതുപോലെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടാ. വേഗം എളുപ്പത്തിൽ പോയി കിട്ടും, ആക്കി കൊടുത്താൽ മതി. മീനല്ലടാ, കൂവയാണ്. മീനാന്ന് ഓർത്തിട്ടാണ്. മീനല്ല കേട്ടാ, മീനല്ല ഇതാ കൂവയാണ്. മീനല്ലടോ. അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടാ. നല്ലപോലെ കഴുകിയെടുക്കണം. നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഒരു 3-4 വട്ടം കഴുകിയെടുക്കണം. എന്ന് വെച്ചാല് ഇതിങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ പൊടി ഇരുന്ന് കഴിഞ്ഞാല് പിന്നിച്ചിട്ട് പൊടിയാക്കി എടുക്കൂലേ. പൊടിയാക്കി കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് പൂഴി അടിക്കും. അതുകൊണ്ട് നല്ലതുപോലെ 3-4 വട്ടം കഴുകിയെടുക്കാം. ഒരു പ്രാവശ്യം നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോ 2 പ്രാവശ്യം കൂടി കഴുകിയെടുക്കാം. അങ്ങനെ കഴുകൽ പരിപാടി കഴിഞ്ഞേട്ടാ. ഇനി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാട്ടാ. പരമാവധി എത്ര നൈസാക്കി അരിയാൻ പറ്റുമോ അങ്ങനെ നൈസാക്കിട്ട് അരിഞ്ഞെടുക്കാം. എന്നാ പിന്നെ വേഗം അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മള് അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അത് ചെറുതായിട്ട് പരമാവധി പറ്റുന്ന പോലെയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഷേപ്പൊന്നുമില്ല, മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതല്ലേ. അപ്പൊ ഇനി നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേജിലെത്തിയേട്ടാ. അരച്ചെടുക്കൽ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടാ. ഇതുപോലെ എല്ലാം അരച്ചെടുക്കാം കേട്ടാ. ബാക്കിയുള്ളതും കൂടി ഇതുപോലെ. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കൂടി കഴിഞ്ഞേട്ടാ. എല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞ്. അപ്പൊ ഇനി നമുക്ക് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അരിച്ചെടുക്കാൻ പോക്കാട്ടാ. അപ്പൊ സാധാരണ ഒരു കലത്തുമ്പിൽ തോർത്ത് കെട്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ടാണ് അരിച്ചെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ അരിപ്പ വെച്ചിട്ട് ആവോന്നൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടാ. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് കുറച്ച് എടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ അലിയിച്ച് കൊടുക്കുക വേണ്ടേ. അപ്പൊ ഇതിനകത്തുള്ള പൊടി താഴേക്ക് ഈ വെള്ളത്തിലേക്ക് പോയിട്ട് അതിന്റെ വേസ്റ്റ് മാത്രം മുകളിലേക്ക് ഇങ്ങനെ വരും. കുഴപ്പമില്ല കേട്ടാ, ഇങ്ങനെ ആവുന്നുണ്ട്. ഇത് കണ്ട ലാസ്റ്റ് ഇത് കണ്ട ഇങ്ങനെ ശരിക്കും അതിന്റെ പൊടിയെല്ലാം പോയിട്ട് ഇതുപോലെ കിട്ടും. അപ്പൊ തോർത്ത് വേണമെന്നില്ല, ഇതിനെ കൊണ്ട് തന്നെ ആവുന്നുണ്ട് കേട്ടാ. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ എല്ലാം കഴിഞ്ഞ ശേഷം ഒന്ന് തോർത്തിൽ പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം കഴിയാറായിട്ടാ. അപ്പൊ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇതും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ തന്നെ കാണുന്നുണ്ട് ഇതാ വെള്ള കളറിൽ ഊറി വന്നിട്ടുണ്ടാ. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന്
അരിച്ചെടുക്കാം. ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടി തോർത്ത് കെട്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ ഇത് അടിയിൽ ഇപ്പൊ തന്നെ ഊറി തുടങ്ങി. അപ്പൊ മുകളിൽ ആ അരിപ്പയില് കുറച്ച് വേഗം ആവുന്നോണ്ട് എടുത്ത് ഇതണ്ട പൊടിയല്ലാണ്ട് കുറച്ച് ഇതുപോലത്തെ വേസ്റ്റ് ഉണ്ട്. അപ്പൊ തോർത്തിൽ അരിച്ചു കഴിഞ്ഞാല് അതും കൂടി പോയിട്ട് വൃത്തിക്ക് കിട്ടും. അപ്പൊ നല്ല പോലെ ഇതാ അടിയിൽ എന്താ വെള്ളപ്പൊടി ഇപ്പൊ തന്നെ ഊറി തുടങ്ങുന്നുണ്ട്. അപ്പൊ നല്ലോണം ഒന്ന് കലക്കിയിട്ട് ഒഴിക്കാം. അപ്പൊ നമുക്ക് കപ്പ കൊണ്ട് മുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. തോർത്തിലാവുമ്പോ കണ്ട ഒരുപാട് സമയം എടുക്കും. ഇത് നമ്മൾ നേരത്തെ അരിച്ചിട്ട് അതിനകത്ത് തന്നെ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് മറ്റേ അരിപ്പയിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചേ, കുറച്ചും കൂടി വേഗം ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇത്ര സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് നല്ലോണം ഒന്ന് അമർത്തി പിഴിഞ്ഞെടുക്കാം. ഇതിന്ന് പിഴിഞ്ഞിട്ട് ഇതാ വെള്ളം വരുന്നത്, അധികം ഇതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതോടെ നിർത്താം. ഇത് കണ്ടാ ലാസ്റ്റ് ആ പിഴിഞ്ഞെടുത്തത് ശരിക്കും എന്തോ ചകിരി പോലെ എങ്ങാനുള്ളതാ ഇല്ലേ, അല്ല പുല്ലുമിട്ടായി പോലെയുള്ളതാ. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നാളത്തേക്ക് ഈ വെള്ളം പൊടി താഴെ ഊറിയിട്ട് മുകളിൽ വെയിറ്റ് വെള്ളം ഉണ്ടാവും. നമുക്കത് അന്നേരം കാണാം കേട്ടാ. അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ വെള്ളം തെളിയാൻ വേണ്ടിയിട്ട് വെച്ചത് ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത് കേട്ടാ. അപ്പൊ നമുക്ക് അടിയിലെ പൊടി ഇളകാതെ ഇതിന്റെ വെള്ളം മറിച്ചല്ലേ. അപ്പൊ അകത്തുനിന്ന് ഇങ്ങനെ ചെയ്ത് കുറെ വെള്ളമില്ലേ, അപ്പൊ മറിക്കാൻ ചെരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാന്ന് അടി അനക്കാതെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ചെറുതായിട്ട് എങ്ങാനും കലങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് മെല്ലെ അടി ഇളകാതെ വെള്ളം ഒരു പാത്രത്തിലേക്ക് വാർത്തെടുക്കാം കേട്ടാ. ഇത് അടിയിൽ വെളുത്തിട്ട് കാണുന്നുണ്ട് കേട്ടാ. ആകെ കുറച്ചേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് കുറച്ചും കൂടിയല്ലേ ഉണ്ടാവുന്നു. വെള്ളം ഊറ്റിട്ട് ഇതാ പാത്രത്തിന്റെ അടിയിൽ കുറച്ചേ ഉള്ളൂ. ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടാ. നല്ല കട്ടയായിട്ടുള്ളത് എന്താ, നല്ല വെളുത്ത പൊടി. ഒരു തുണി വിരിച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഉണക്കിയെടുക്കാം കേട്ടാ. ഇതിനകത്ത് അധികം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാല് ഇത് വെള്ളക്കൂവ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ വെള്ളമൊഴിച്ച് വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ച് കട്ട് കളയേണ്ട ആവശ്യമില്ല. നമ്മളിത് പുഴുങ്ങി കഴിക്കുന്ന വെള്ളക്കൂവയാണല്ലോ. അപ്പൊ ഇതിനി നേരിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് നമുക്ക് പൊടിയെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കാട്ടുകൂവയാണെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളമൊഴിച്ച് അത് തെളിഞ്ഞു വരുന്ന വെള്ളം മാറ്റി അങ്ങനെ ഒരുപാട് 1-2-3 ദിവസമൊക്കെ അങ്ങനെ വെള്ളം മാറ്റിയിട്ടേക്ക്. അപ്പൊ നമുക്കിനി വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടാ. അപ്പൊ നമ്മള് ഇന്ന് തുണിയിലാക്കിയിട്ടില്ല കേട്ടാ, പാത്രത്തോടെ വെയിലത്ത് വെക്കുക ചെയ്തത്. അപ്പൊ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഇപ്പൊ ഒരു 3 മണി ആയപ്പോഴത്തേക്കും ഇതാ ഇതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ തുണിയിലിട്ട് ഉണക്കാൻ വെക്കാം. അപ്പൊ നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടും. ഇന്നലെ പാത്രത്തോടെ വെയിലത്ത് വെക്കുക ചെയ്തേ. അപ്പൊ ഇന്നിതാ ഒരു തുണിയിൽ ഉണക്കാൻ വേണ്ടി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ നമ്മള് കുതിർത്തി അരി പൊടിച്ച പാടും ഉണ്ടാവില്ലേ, അതുപോലെയുള്ള ഇതാ നല്ല വെള്ള കളറാട്ടോ ഇതാ. അപ്പോൾ നല്ലോണം വെയിൽ കൊണ്ടിട്ട് ഉണങ്ങണം. അപ്പം നമുക്ക് നല്ലോണം ഉണക്കാം. ഇല്ലെങ്കിൽ പൊടി ചിലപ്പോൾ പൂത്തുപോയി അല്ലെങ്കിൽ കേട് വരും, ഈർപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് നല്ലപോലെ ഉണക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ പൊടി ഇതാ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നേരത്തെ രാവിലെ ഞാൻ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഈർപ്പം ഉണ്ടായിട്ടില്ലേ, പുട്ടുപൊടി നനഞ്ഞ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ ഇങ്ങനെ പൊടി പറക്കുന്നത് കാണുന്നുണ്ടോയെന്നറിയില്ല. കാണുന്നുണ്ടാ? നല്ല ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലുണ്ടാക്കിയ ഓർഗാനിക് കോപ്പ്. അപ്പോൾ വെറും 3 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.